ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം ആ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് 1 by 1 ആയിട്ട്. ആദ്യത്തെ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനീഷ്യേഷൻ. ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യേഷൻ എന്ന് പറയുക. സോ ഇനീഷ്യേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ആ DNA നമ്മൾ പറഞ്ഞു, ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ടും ഒരു സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ടെംപ്ലേറ്റിൽ നിന്ന് മാത്രമേ RNA കോപ്പി ചെയ്യുള്ളൂ. ആ ടെംപ്ലേറ്റിലുള്ള ഇൻഫർമേഷൻ മാത്രമേ RNA ആയിട്ട് മാറുള്ളൂ. സോ അവിടെ ആ ടെംപ്ലേറ്റിലുള്ള ആ സ്ട്രക്ചറിൽ, നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊമോട്ടർ റീജിയനിലാണ് ഇനി ഇമ്പോർട്ടൻസ്. ഇനീഷ്യേഷൻ വരുന്നത് നമ്മൾ പ്രൊമോട്ടറിൽ നേരത്തെ പിക്ചറിൽ കണ്ടതാണ്. ആ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, സ്റ്റാർട്ട്സ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. സോ ആദ്യം ഇനീഷ്യേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? RNA പോളിമറേസ്, നമ്മുടെ എൻസൈമാണ്, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് ആണ് ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന എൻസൈം. ബിക്കോസ് DNA ടെംപ്ലേറ്റ് ആക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RNA ന്യൂക്ലിയോടൈഡുകളാണ് ഫോം ചെയ്യുന്നത്. RNAയുടെ സ്ട്രാൻഡാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് DNA ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള RNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം ബൈൻഡ്സ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. ഈ DNAയുടെ പ്രൊമോട്ടർ റീജിയനിലേക്ക് എന്ത് ബൈൻഡ് ചെയ്യുന്നു? RNA പോളിമറേസ്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി വെച്ചിട്ടാണ്. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ അപ്സ്ട്രീം പൊസിഷനിലാണ്, 5' അപ്സ്ട്രീം പൊസിഷനിലാണ് പ്രൊമോട്ടർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 3' ഡൗൺ സ്ട്രീം പൊസിഷനിലാണ് ടെർമിനേറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഈ പ്രൊമോട്ടർ റീജിയനിൽ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാനുള്ള RNA പോളിമറൈസ് എൻസൈം വരുന്നു. സോ ഫസ്റ്റ് RNA പോളിമറൈസ് എൻസൈം ബൈൻഡ്സ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. നമ്മുടെ റെപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹെലിക്കേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ് ഡബിൾ ഹെലിക്കലായിട്ടുള്ള ഇൻ്റർവൈൻഡ് ആയിട്ടുള്ള ആ DNA ആ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അൺവൈൻഡ് ചെയ്യാൻ സഹായിച്ചത് ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. ഇവിടെ അങ്ങനെ ഒരു എൻസൈം ഇല്ല. പകരം ഈ RNA പോളിമറേസ് തന്നെയാണ് ആ ഡ്യൂട്ടി ചെയ്യുന്നത്. ഇൻ്റർവൈൻഡ് ആയിട്ട് കിടക്കുന്ന ആ ഈ DNA അൺവൈൻഡ് ആവാനായിട്ട് ഇവിടെ സഹായിക്കുന്നത് നമ്മുടെ RNA പോളിമറേസ് ആണ്. ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യലും അതുപോലെ അൺവൈൻഡിങ്ങും ചെയ്യുന്നത് ഇവിടെ ആര് തന്നെയാണ്? RNA പോളിമറേസ് എൻസൈമാണ്. അവിടെ നമ്മൾ പ്രൈമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഹെലിക്കേസ് എൻസൈമിനുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പകരം RNA പോളിമറേസ് ഒരു പെർട്ടിക്കുലർ ഫാക്ടറുമായിട്ട് ബൈൻഡ് ചെയ്യാണ് ചെയ്യണത്. ആ ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ. സോ RNA പോളിമറേസ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞ ആ DNA ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ആ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. സോ പ്രൊമോട്ടറിൽ RNA പോളിമറേസ് എൻസൈം വന്ന് ബൈൻഡ് ചെയ്ത് സിഗ്മ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സോ ഫസ്റ്റ് RNA പോളിമറേസ് എന്ത് ചെയ്യുന്നു? സിഗ്മ ഫാക്ടറുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഈ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ തന്നെയാണ്. അപ്പോൾ ഒരു എൻസൈമിന് കംപ്ലീറ്റ് ആക്ടിവിറ്റി കിട്ടണമെങ്കിൽ ആ എൻസൈം ഹോളോ എൻസൈമായി മാറണം. ഹോളോ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീൻ പാർട്ടും അതിൻ്റെ കോ എൻസൈം പാർട്ടും കൂടിയതാണ് അതിൻ്റെ ഹോളോ എൻസൈം. സോ RNA എൻസൈം എന്ന് പറഞ്ഞാൽ RNA പോളിമറൈസ് എൻസൈം ഇപ്പോൾ ഒരു ഹോളോ എൻസൈം, കംപ്ലീറ്റ് എൻസൈമായി മാറിയിട്ടില്ല. RNA എൻസൈം എപ്പോഴാണോ ഒരു സിഗ്മ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അതൊരു ഹോളോ അല്ലെങ്കിൽ കംപ്ലീറ്റ് എൻസൈമായിട്ട് മാറുന്നുള്ളൂ. സോ RNA പോളിമറൈസ് ബൈൻഡ്സ് ടു ദ പ്രൊമോട്ടർ റീജിയൻ ആൻഡ് സിഗ്മ ഫാക്ടർ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. സോ പ്രൊമോട്ടർ റീജിയനിൽ വന്നിട്ട് RNA പോളിമറൈസ് എന്ത് ചെയ്യുന്നു? ബൈൻഡ് വിത്ത് സിഗ്മ ഫാക്ടർ. എന്നിട്ട് അതൊരു ഹോളോ എൻസൈമായിട്ട് മാറുന്നു. എന്നിട്ട് ഇനീഷ്യേറ്റ് RNA സിന്തസിസ്. സോ സിഗ്മ ഫാക്ടറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ RNA സിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? സിഗ്മ ഫാക്ടറുടെ ഡ്യൂട്ടി. ആ സിഗ്മ ഫാക്ടർ RNA പോളിമറൈസുമായി എൻസൈമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു ഹോളോ എൻസൈമായിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഈ RNA സിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെപ്ലിക്കേഷനിൽ പ്രൈമറാണ് ആ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടെ നമ്മുടെ RNA പോളിമറേസ് അൺവൈൻഡിങ്ങിന് സഹായിക്കുന്നു, സിഗ്മ ഫാക്ടറോട് കൂടി ചേർന്ന് അൺവൈൻഡിങ്ങിന് സഹായിക്കുന്നു, അതോടുകൂടി ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യാൻ സഹായിക്കുന്നു, അതൊരു ഹോളോ എൻസൈമായിട്ട് മാറുന്നു സിഗ്മ ഫാക്ടറോട് കൂടി കമ്പൈൻ ചെയ്ത്. എന്നിട്ട് അത് RNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു.
ഇനീഷ്യേറ്റ് RNA സിന്തസിസ്. ബിക്കോസ് സിഗ്മ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യേഷൻ ഫാക്ടറാണ്. RNAയുടെ കോപ്പി ഉണ്ടാക്കാനുള്ള ഇനീഷ്യേഷൻ ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ. അടുത്ത സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷനിൽ എന്ത് സംഭവിക്കുന്നു? സോ പ്രൊമോട്ടർ റീജിയനിൽ ഇപ്പോൾ എന്തുണ്ട്? RNA പോളിമറൈസ് എൻസൈം ആരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്? സിഗ്മ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത്. എന്നിട്ട് എന്തായി മാറി? അതൊരു ഹോളോ എൻസൈമായിട്ട് മാറി. എന്നിട്ട് RNA സിന്തസിസ് അത് സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റേറ്റിൽ നിന്ന് അത് അങ്ങോട്ട് പോകണം. പിന്നെ കാണുന്നത് എന്താണ്? സ്ട്രക്ചറൽ ജീനാണ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പായ ട്രാൻസ്ക്രിപ്ഷനിൽ ഇലോങ്ങേഷനിൽ എന്ത് സംഭവിക്കുന്നു? ഇലോങ്ങേഷനിൽ ഇപ്പോൾ പ്രൊമോട്ടർ റീജിയനിൽ സിഗ്മ ഫാക്ടറോട് കൂടി കമ്പൈൻ ചെയ്ത RNA പോളിമറൈസ് എന്ത് ചെയ്യുന്നു? ഫെസിലിറ്റേറ്റ് ഓപ്പണിംഗ് ഓഫ് ദ ഹെലിക്സ്. ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ അൺബൈൻഡിങ് ആവുന്നു. ഓപ്പണിംഗ് ഓഫ് ദ ഹെലിക്സ്, അതായത് ഇലോങ്ങേഷൻ. ആ എത്രയുണ്ടോ സ്ട്രക്ചറൽ ജീൻ അതിനനുസരിച്ച് RNA പോളിമറൈസ് അതിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അൺബൈൻഡിങ് ഓഫ് ദ DNA സ്ട്രാൻഡ്. ആ ഡബിൾ ഹെലിക്കലായിട്ടുള്ള DNA സ്ട്രാൻഡ് അൺബൈൻഡഡ് ആവുന്നു. ഈ RNA പോളിമറൈസ് തന്നെയാണ് അതിനെ അൺബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നതും. അതുപോലെ എന്ത് ചെയ്യുന്നതും RNA പോളിമറൈസ് സിഗ്മ ഫാക്ടറോട് കൂടി ചേർന്ന് RNA സിന്തസൈസ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. സോ ഇനി സിഗ്മ ഫാക്ടറിൻ്റെ അവിടെ ആവശ്യമില്ല. ബിക്കോസ് സിഗ്മ ഫാക്ടർ ഇനീഷ്യേറ്റ് ചെയ്യേ വേണ്ടു. പിന്നെ RNA പോളിമറൈസ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തു. ഇലോങ്ങേഷൻ ഫേസിലൂടെ ആ ബാക്കിയുള്ള ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അൺബൈൻഡ് ചെയ്ത് RNA സിന്തസിസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഓപ്പണിംഗ് ഓഫ് ദ ഹെലിക്സ്, ഇലോങ്ങേഷൻ ആൻഡ് അൺബൈൻഡിങ് ഓഫ് ദ DNA സ്ട്രാൻഡ്. ഇലോങ്ങേഷനിൽ എങ്ങനെയാണ് അത് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ജീനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ RNA പോളിമറൈസ് മൂവ് ചെയ്ത് ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുന്നത്? അതാണ്. എന്താണ് അവർ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതായത് DNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എന്താണ് അവർ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് DNAയുടെ ആ ഡബിൾ ഹെലിക്കൽ ഒരു സ്ട്രാൻഡ് മാത്രമേ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ആ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ ആണ് RNA ആയിട്ട് അതിൻ്റെ താഴെ വരാൻ പോകുന്നത്. സോ ഇറ്റ് യൂസസ് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. നമ്മുടെ റെപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് DNTPs ആണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആസ് സബ്സ്ട്രേറ്റ്. സോ സബ്സ്ട്രേറ്റ് ആയിട്ട് ഇവിടെ വരുന്നത് എന്താണ്? ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. അത് എന്ത് ചെയ്യുന്നു? പോളിമറൈസേഷൻ അല്ലെങ്കിൽ പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തി എഗെയിൻ ആൻഡ് എഗെയിൻ ഒരുപാട് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളെ DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളെ സബ്സ്ട്രേറ്റുകളായിട്ട് 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നു. ആൻഡ് ഫോളോ ദ റൂൾ ഓഫ് കോംപ്ലിമെൻറ്റാരിറ്റി. അതാണ് നമ്മൾ പറഞ്ഞത് DNA ടെംപ്ലേറ്റിന് അതിന് ഡിപ്പെൻഡൻ്റ് ആയില്ല, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA സ്ട്രാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ RNA സ്ട്രാൻഡിൽ ആഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. അത് തന്നെയാണ് പോളിമറൈസേഷന് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് സഹായിക്കുന്നത്. സോ RNA പോളിമറൈസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് 1 by 1 ആഡ് ചെയ്ത് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ അവിടെ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് RNA റിമെയിൻ ബൗണ്ട് ടു ദ എൻസൈം. ഈ RNA പോളിമറൈസ് എൻസൈമിൻ്റെ കൂടെ ഒരു ചെറിയ സ്ട്രെച്ച്, RNAയുടെ ഒരു ഷോർട്ട് സ്ട്രെച്ച് മാത്രമേ അവിടെ ബൗണ്ട് ചെയ്ത് കിടക്കുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ RNA കോപ്പി. ആ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് RNA എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത് RNA കോപ്പി. DNAയുടെ ടെംപ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന RNA കോപ്പി. അങ്ങനെ എൻസൈമിൽ ഒരു ചെറിയ പോർഷൻ അങ്ങനെ തന്നെ കിടക്കുന്നു. സോ ഈ പറഞ്ഞ RNA പോളിമറൈസ് എൻസൈമിന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, പ്രൂഫ് റീഡിങ്. DNA റെപ്ലിക്കേഷന് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ DNA പോളിമറൈസ് എൻസൈമിനുള്ള ഫംഗ്ഷനാണ് ആക്യുറസി, എഫിഷ്യൻസി എന്ന് പറഞ്ഞ പോലെ പ്രൂഫ് റീഡിങ്. ഇതേപോലെ നമ്മുടെ DNA ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള RNA പോളിമറൈസ് എൻസൈമിനും ആ പ്രൂഫ് റീഡിങ് എബിലിറ്റി ഉണ്ട്. സോ ടെംപ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെംപ്ലേറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളെ സബ്സ്ട്രേറ്റുകളായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ അതിനെ ചെക്ക് ചെയ്ത് റിപ്പയർ ചെയ്യാനുള്ള മെക്കാനിസവും നമ്മുടെ ആർക്കുണ്ട്? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈമിനുണ്ട്. സോ ഇൻവോൾവ്സ് പ്രൂഫ് റീഡിങ്. ഇപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന RNAയുടെ കോപ്പി, DNAന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന RNAയുടെ കോപ്പി നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇറ്റ് ഈസ് സിമിലർ ടു കോഡിംഗ് സ്ട്രാൻഡ്. നമ്മുടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയുടെ കോഡിംഗ് സ്ട്രാൻഡിന് സിമിലർ ആയിട്ടുള്ള RNA സ്ട്രാൻഡ് ആയിരിക്കും കോപ്പിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു വ്യത്യാസം വേണ്ടുള്ളൂ. DNAയിൽ അവിടെ തൈമീൻ ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന RNAയിൽ ആ തൈമീന് പകരം എന്തായിരിക്കും? അഡിനിൻ പെയർ ചെയ്യുന്നത് യുറാസിലായിരിക്കും.
സോ ട്രാൻസ്ക്രിപ്ഷനിലെ ഇനീഷ്യേഷനിൽ RNA പോളിമറേസ് പ്രൊമോട്ടർ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്ത് സിഗ്മ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് അതൊരു ഹോളോ എൻസൈമായിട്ട് മാറുന്നു. സിഗ്മ ഫാക്ടർ ഒരു ഇനീഷ്യേഷൻ ഫാക്ടർ ആയതുകൊണ്ട് RNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ആ ഹോളോ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ആ സ്ട്രക്ചറൽ ജീനിലേക്ക് കിടന്ന് അത് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞ ഫേസിലേക്ക് പോകുന്നു. ഇലോങ്ങേഷൻ ഫേസിൽ എന്താണ് ചെയ്യുന്നത്, ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളെ സബ്സ്ട്രേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് സ്ട്രെച്ച് ഓഫ് RNA ഉണ്ടാകുന്നു. അതായത് RNAയുടെ ഒരു കോപ്പി ഉണ്ടാകുന്നു. ആ അക്കോർഡിംഗ് ടു ദ ടെംപ്ലേറ്റിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസ് പെയറിങ് സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന RNAയുടെ പ്രത്യേകത എന്താണ്, ആ RNA സ്ട്രാൻഡ് സിമിലർ ടു ദ കോഡിംഗ് സ്ട്രാൻഡ് ആയിരിക്കും. അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ DNA ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള RNA പോളിമറൈസ് എൻസൈമിന് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റിയും ഉണ്ട്. അടുത്ത സ്റ്റെപ്പാണ് ടെർമിനേഷൻ.